നമുക്ക് ആമസോണിൽ നിന്ന് പുതിയ ബോക്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ 3 പ്രോഡക്റ്റാണ് നമുക്ക് അൺബോക്സ് ചെയ്യാനായിട്ട് വന്നേക്കുന്നത്. അതിൽ ഈ ഒരു വലിയ ബോക്സിനകത്ത് 2 പ്രോഡക്റ്റും ഇതിനകത്ത് 1 പ്രോഡക്റ്റുമാണുള്ളത്. അപ്പോൾ ഈ 1 പ്രോഡക്റ്റ് നമുക്ക് പിന്നെ ചെയ്യാം. ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ ഒരു വലിയ ബോക്സിലെ സംഭവമാണ്. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏകദേശം 1 വർഷത്തോളമായി. അതിന് മുമ്പ് നമ്മൾ വിപ്രോയുടെ ഒരു സ്മാർട്ട് RGB ട്യൂബിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് ഒരെണ്ണം ഇതിലുണ്ട്, അതുകൂടാതെ മറ്റൊരു പ്രോഡക്റ്റും ഉണ്ട്. ഇത് രണ്ടും വിപ്രോയുടെ പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ RGB ട്യൂബ് മേടിച്ചതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ട്യൂബ് കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പം അതിനൊരു റീപ്ലേസ്മെൻറ്റിന് വേണ്ടി നമ്മുടെ സ്റ്റുഡിയോയിൽ വെക്കാനായിട്ട് മേടിച്ചതാണ്. പിന്നെ അതുകൂടാതെ ഉള്ളത് ബെഡ്റൂമിലേക്ക് യൂസ് ചെയ്യാനുള്ള ഒരു വാം കൂൾ മാത്രമായിട്ടുള്ള ഒരു ട്യൂബുമാണ്. അപ്പോൾ ഇതും ഒരു സ്മാർട്ട് ട്യൂബാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാം, എന്നിട്ട് ഇതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ RGB ട്യൂബ്. നേരത്തെ വന്ന അതേ പാക്കേജിങ്ങും സാധനങ്ങളൊക്കെയാണ്. നമുക്ക് എന്തായാലും ഇതങ്ങ് മാറ്റി വെക്കാം, എന്നിട്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ സാധനം അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നേരത്തെ RGB ട്യൂബ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈസ് കമ്പാരിസൺ കണ്ടോ. നോർമൽ LED ട്യൂബുകൾക്ക് കുറച്ചുകൂടെയും ലെങ്ത് ഉണ്ട്. ഈ RGB ട്യൂബ് വരുമ്പോഴത്തേക്ക് അവർ ലെങ്ത്ത് കുറയ്ക്കുന്നുമുണ്ട്. എനിവേ നമുക്ക് പ്രോഡക്റ്റ് ബോക്സ് ഒന്ന് നോക്കാം, എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ വിപ്രോ സ്മാർട്ട് വൈഫൈ LED ബാറ്റൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. 20 വാട്ട്സ് ആണ് ഇതിലെ പവർ റേറ്റിംഗ് എഴുതിയിരിക്കുന്നത്. ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും സപ്പോർട്ടഡ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. പിന്നെ ഡിവൈസസ് നമുക്ക് ഗ്രൂപ്പായിട്ട് സെറ്റ് ചെയ്യാം. അതായത് വീട്ടിൽ തന്നെ പല ട്യൂബുകൾ പല റൂമിലായിട്ട് സെറ്റ് ചെയ്തിട്ട് ഒരുമിച്ച് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്കെഡ്യൂൾ ചെയ്ത് ടൈമർ വെച്ച് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ 10% to 100% വരെ ഡിമ്മബിൾ ആണ് എന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ വർക്ക്സ് വിത്ത് 2.4 GHz വൈഫൈ എന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്യൂബിൻ്റെ ഫംഗ്ഷനാലിറ്റി നമുക്ക് മറ്റേ ട്യൂബിലും ചെയ്യാൻ പറ്റും. കാരണം അതിലും വാമും കൂളും ലൈറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. RGB ആഡഡ് ഓപ്ഷൻ ആണെന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ട്യൂബിൽ വാമും കൂളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ബെഡ്റൂം പോലത്തെ യൂസ് കേസൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു ട്യൂബ് കൺസിഡർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പം നമുക്ക് അവിടെ ബെഡ്റൂമിൽ കളർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ ഒരു സംഭവം ചൂസ് ചെയ്തത്. അതുമല്ല, വാം കളർ ചൂസ് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ബുക്കൊക്കെ വായിക്കണം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വൈറ്റ് ലൈറ്റിനേക്കാളും രാത്രിയിലൊക്കെ ഉപയോഗിക്കാൻ കുറച്ചുകൂടെയും സൗകര്യം നമുക്ക് വാം ലൈറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ട്യൂബ് ഇപ്പോൾ പർച്ചേസ് ചെയ്തത്. അപ്പം നിലവിലൊരു ക്രോംപ്ടൻ്റെ ട്യൂബാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ ഇത് അവിടെ കയറ്റാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ട്യൂബ് പുറത്തെടുക്കാം. ഇങ്ങനൊരു പ്ലാസ്റ്റിക് റാപ്പിലാണ് ഇത് വന്നേക്കുന്നത്. ചെറിയൊരു സ്പോഞ്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, സേഫായിട്ട് കൊണ്ടുവരാൻ. പിന്നെ നമ്മുടെ ബോൾ മൗണ്ട് ചെയ്യാനുള്ള ക്ലാമ്പും പ്ലഗും സ്ക്രൂവും ആണ് നൽകിയേക്കുന്നത്. പിന്നെ ഒരു യൂസർ ഗൈഡും ഉണ്ട്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കോൺഫിഗർ ചെയ്യാം, എങ്ങനെയാണ് ഈ ട്യൂബ് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നൽകിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ആപ്പിൻ്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയാണ് ഇൻസ്ട്രക്ഷൻസ് നൽകിയേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി ഈ ഒരു പ്രോഡക്റ്റ് ഒന്ന് കോൺഫിഗർ ചെയ്ത് നോക്കാം. അതിന് മുമ്പ് നമുക്കിതിനെ കവറിന് പുറത്തെടുക്കാം. ഓക്കെ, ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ട്യൂബ്. സാധാരണ നമ്മുടെ RGB ട്യൂബ് വന്ന പോലെയല്ല, അത് കുറച്ചുകൂടെ കേർവ്ഡ് ആയിട്ടുള്ള ഡിസൈനായിരുന്നു. ഇത് കുറച്ചുകൂടെ ബോക്സി ഡിസൈനാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഈ ഒരു ട്യൂബിൻ്റെ ഡിസൈനാണ് ഇഷ്ടപ്പെട്ടത് മറ്റേതിനേക്കാട്ടിലും. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കോൺഫിഗർ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ട്യൂബിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യമായിട്ട് വിപ്രോയുടെ നെക്സ്റ്റ് സ്മാർട്ട് ഹോം എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാനിത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ ഇതിൽ ഓൾറെഡി ഞാൻ ലോഗിൻ ചെയ്തിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് നേരത്തെ അക്കൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ നേരത്തെ ലൈറ്റൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഡെസ്ക് ലൈറ്റ് എന്നുള്ളത് ഞാൻ റിമൂവ് ചെയ്യാണ്, കാരണം അതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് പുതുതായിട്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ റിമൂവ് ചെയ്തു. ഇനി നമ്മൾ ആഡ് ഡിവൈസ് കൊടുക്കാൻ പോകണം. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓൾ ഡിവൈസസ് എന്നുള്ള പേജിൽ കയറി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റുഡിയോ എന്നുള്ള ഒരു പേജിലാണ് സ്റ്റുഡിയോയിലെ പ്രൊഡക്റ്റുകളാണ് ലിസ്റ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ആഡ് ഡിവൈസ് കൊടുക്കാൻ പോകണം. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ട്യൂബ് പവർ ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതൊരു എക്സ്റ്റൻഷനിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഓൺ ആക്കുകയാണേ. ഓക്കെ, ഓൺ ആയി കഴിയുമ്പം നമ്മുടെ ട്യൂബ് ലൈറ്റ് ഇങ്ങനെയാണ് ബ്ലിങ്ക് ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തണം. ഇപ്പോൾ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്ന പവർ ഒരു 7 പ്രാവശ്യം ഡിസ്കണക്ട് ചെയ്ത് ഓൺ ആക്കണം. അതായത് സ്വിച്ച് ഓൺ ഓഫ് ചെയ്ത് 7 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ ബ്ലിങ്ക് ചെയ്യുന്നതാണ് ഇതിൻ്റെ പെയറിംഗ് മോഡ്. അതിനുശേഷം നമുക്ക് ആഡ് ഡിവൈസ് കൊടുക്കാം. ഇത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് പെർമിഷൻസ് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടേൺ ഓൺ ബ്ലൂടൂത്ത് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ നമ്മൾ ചെയ്യുക. ഇവിടെ നിയർ ബൈ ഡിവൈസസ് സെർച്ച് ചെയ്യാനുള്ള പെർമിഷനും കൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്.
അത് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്ക് വരിക, ബ്ലൂടൂത്തും കൂടെ ഒന്ന് ഓൺ ചെയ്യുക. ഓക്കെ, അപ്പം ഡിസ്കവറിങ് ഡിവൈസസ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഒരു ട്യൂബ് ഇതിൽ ലിസ്റ്റ് ചെയ്യും. അതിനുശേഷം നമ്മളത് ആഡ് ചെയ്താൽ മാത്രം മതിയാവും. അതിനുശേഷം ഈ ആഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം, കണ്ടോ, ഒരു ഡിവൈസ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്, വിപ്രോ CCT സ്മാർട്ട് എന്നാണ് എഴുതിയേക്കുന്നത്. അത് ഞാൻ ആഡ് ചെയ്യാണ്. ഓക്കെ, ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ നെറ്റ്വർക്ക് ഇതിന് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് വൈഫൈ സെലക്ട് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ പാസ്വേഡും കൊടുക്കുക. ഞാൻ എൻ്റെ വൈഫൈ നെറ്റ്വർക്കിൻ്റെ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2.4 GHz നെറ്റ്വർക്ക് വേണം ഈ ഒരു ട്യൂബിന് കൊടുക്കാനായിട്ട്. അപ്പോൾ 5 GHz ഇങ്ങനത്തെ പ്രൊഡക്റ്റുകളൊന്നും വർക്ക് ചെയ്യത്തില്ല. ഇപ്പം കറൻ്റ്ലി പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. നമ്മുടെ ബ്ലിങ്കിങ് മോഡ് നിന്നു, അതായത് പെയറിംഗ് മോഡ് തീർന്നു. ഇനിയിപ്പം ഓക്കെ, അങ്ങനെ നമ്മുടെ അലക്സ ഈ ഒരു ഡിവൈസ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഞാനപ്പോൾ ഇതിൻ്റെ പേര് മാറ്റുകയാണ്. വിപ്രോ CCT സ്മാർട്ട് എന്നുള്ളത് മാറ്റിയിട്ട് ബെഡ്റൂം ലൈറ്റ് എന്നാക്കാൻ പോവാണ്. അപ്പോൾ എനിക്ക് അലക്സയോട് ടേൺ ഓൺ ബെഡ്റൂം ലൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാവുന്ന രീതിയിൽ ബെഡ്റൂം ലൈറ്റ്. ഓക്കെ, ഡൺ കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഹോം പേജിൽ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോഡക്റ്റിൻ്റെ കൺട്രോൾസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇതുണ്ട്, ഇതാണ് അതിൻ്റെ ഹോം സ്ക്രീന്. പവർ ഓൺ ഓഫ് ഇവിടെ നമുക്ക് കാണാം. ഇത് സാധാരണ കട്ടായി പോകുന്ന ഒരു പെട്ടെന്ന് ഓഫായി പോകല്ല കേട്ടോ, ഇങ്ങനെ ഡിമ്മായിട്ടാണ് ഓഫായി പോകുന്നത്. കണ്ടോ, അതുപോലെ തന്നെയാണ് അത് ഓണായി വരുന്നതും. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇതിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു സാധനം ഇങ്ങനെ മൂവ് ചെയ്യാം ഇങ്ങോട്ടെന്ന് വെച്ചാൽ. ഇപ്പോൾ നടുക്കൊക്കെ കൊണ്ടുവച്ചാൽ നല്ല വാം ടോൺ ആവും. അതിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് വേണ്ടതെന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം. അതുകൂടാതെ ഇവിടെ കുറച്ച് പ്രിസെറ്റ്സ് ഉണ്ട്. ഇത് കണ്ടോ, പല ടെമ്പറേച്ചർ പ്രിസെറ്റ്സ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിങ്ങനെ പിക്ക് ചെയ്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ സീൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈറ്റ് മോഡുണ്ട്, റീഡ് മോഡുണ്ട്, വർക്കിംഗ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്, പിന്നെ ലെഷർ മോഡുണ്ട്. അതുപോലെ നമുക്ക് പ്രൊഫൈൽസ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് പ്ലാൻസ് ആഡ് ചെയ്യാം. ഇതുണ്ട്, റാൻഡം ടൈമിംഗ്, സൈക്കിൾ ടൈമിംഗ്, സ്ലീപ്പ് പ്ലാൻ, വേക്കപ്പ് പ്ലാൻ, അങ്ങനെയൊക്കെ. അതായത് സമയം ഈ സമയത്ത് ഓൺ ആകണം, ഈ സമയത്ത് ഓഫ് ആകണം, അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ കഴിയുമ്പോൾ ഓൺ ആകണം, ഓഫ് ആകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെയാണ് അതിൻ്റെ ബ്രൈറ്റ്നസ് കൺട്രോൾ വരുന്നത്. ഇത് കണ്ടോ, നമുക്കിങ്ങനെ ആ ട്യൂബിൻ്റെ ബ്രൈറ്റ്നസ് എത്രയും ഇൻറ്റൻസിറ്റിയിൽ വേണം വെളിച്ചം എന്നുള്ളതും കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുകൂടാതെ നമ്മൾ മോർ ഓപ്ഷൻസിൽ പോവുകയാണെങ്കിൽ ഇതുണ്ട്, പവർ ഓൺ ബിഹേവിയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ കറണ്ട് പോയി കഴിയുമ്പോൾ തിരിച്ച് കറണ്ട് വരുമ്പോഴത്തേക്ക് ഏത് മോഡിലേക്കാണ് കയറേണ്ടത് എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്തിടാം. പിന്നെ ഡീഫോൾട്ട് കളർ സെറ്റ് ചെയ്തിടാം. എപ്പോഴും ആദ്യമായിട്ട് സ്റ്റാർട്ട് ആകുമ്പോൾ വാം വേണോ കൂൾ വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിടാം. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ റീസ്റ്റോർ മെമ്മറി. ഇത് വെച്ചാണ് നമ്മൾ ലാസ്റ്റ് സ്റ്റേറ്റ്, ഇപ്പം നമ്മൾ വാം മോഡിൽ ഓൺ ആക്കിയിട്ടേക്കാണ്, കറണ്ട് പോയി എന്ന് വിചാരിക്കുക. തിരിച്ച് കറണ്ട് വരുമ്പോൾ ആ വാം മോഡിൽ തന്നെ തിരിച്ച് റീസ്റ്റാർട്ടായി അതേ ബ്രൈറ്റ്നസ്സിൽ വരും. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണിത്. പിന്നെ അതുകൂടാതെ കസ്റ്റമൈസ്ഡ് എന്ന് പറയുന്നൊരു ഓപ്ഷനും ഉണ്ട്. ഇനിയിപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇൻ കേസ് ഫോണിൽ നിന്ന് അല്ലെങ്കിൽ അലക്സയെ കൊണ്ട് നമ്മൾ ഈ ട്യൂബ് ലൈറ്റ് പറഞ്ഞ് ഓഫ് ആക്കിച്ചു, അതിനുശേഷം നമ്മൾ സ്വിച്ച് ബോർഡിലുള്ള സ്വിച്ച് ഇടുമ്പോഴത്തേക്ക് ഇത് ഓൺ ആകത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ആ സ്വിച്ച് ഓഫാക്കി ഓണാക്കി 2 പ്രാവശ്യം ഓഫാക്കി ഓണാക്കുകയാണെങ്കിൽ ട്യൂബ് സ്റ്റാർട്ടായി വരുന്നതായിരിക്കും. അലക്സ, ടേൺ ഓഫ് ബെഡ്റൂം ലൈറ്റ്. Turn on bedroom light. Okay. Change bedroom light intensity to 100. Okay. Change bedroom light intensity to 10. Okay. Change bedroom light to warm. ഓക്കെ, അങ്ങനെ നമുക്ക് അലക്സ കൺട്രോൾസിലൂടെ ഈ ഒരു ട്യൂബിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ മാറ്റാൻ പറ്റും. അതുകൂടാതെ നമുക്ക് പവർ ഓണും പവർ ഓഫ് ചെയ്യാനും എല്ലാം സാധിക്കും. ഇനി നമുക്ക് ഈ ട്യൂബ് ലൈറ്റ് കൊണ്ട് ബെഡ്റൂമിൽ ഫിക്സ് ചെയ്യാം. എന്നിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ പെർഫോമൻസ് നോക്കാം. അപ്പോൾ ഇത് ബെഡ്റൂമിൽ യൂസ് ചെയ്ത് നോക്കിയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ഇതിൻ്റെ കളർ ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ തന്നെ കൂളിലാണെങ്കിലും വാമിലാണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് ഫ്ലെക്സിബിൾ ആണ്. വാമാണെങ്കിൽ തന്നെ നല്ല വാമാക്കാൻ സാധിക്കും. കൂളാണെങ്കിൽ നമ്മളെ സാധാരണ ട്യൂബുകളിൽ വരുന്ന പോലെ തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള വൈറ്റ് കളർ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും. അപ്പോൾ ഇതെൻ്റെ ഒരു ഇനിഷ്യൽ ഇംപ്രഷനാണ് കേട്ടോ. ഇത് കണ്ട ഉടനെ ഞാൻ പറയുന്നതാണ്. ഇനിയിപ്പോൾ ഇതൊരു ഒരാഴ്ച യൂസ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ വിപ്രോയുടെ ട്യൂബ് ലൈറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് മേളിലായി. എൻ്റെ ഒരു റിവ്യൂ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ ഒരു ജനറേഷൻ RGB ട്യൂബ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ മാസീവായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഇപ്പോഴത്തെ ജനറേഷനിൽ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് ഇവർ കൊണ്ടുവന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്ലൂടൂത്ത് ലോ എനർജി കണക്ടിവിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അതായത് നേരത്തെ ട്യൂബുകളിൽ നമ്മൾ ഫുള്ളി ഡാറ്റ ഇൻ്റർനെറ്റ് വെച്ചാണ്
ഡിവൈസ് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇൻ കേസ് നമ്മുടെ ഡാറ്റ പോവുകയാണെങ്കിൽ വൈഫൈ വല്ലതും കട്ടായി പോവുകയാണ്, നെറ്റ് കിട്ടാതെ വരികയാണെന്ന് അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡിവൈസ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമായിരുന്നു. അപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഫോണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിവൈസിൽ നിന്ന് ഒരു ഹോട്ട്സ്പോട്ട് ഷെയർ ചെയ്തിട്ട് അത് നമ്മുടെ സെയിം ട്യൂബ് കണക്ട് ചെയ്ത വൈഫൈ നെറ്റ്വർക്കിൻ്റെ പേരും പാസ്വേഡും വെച്ചൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ വേണമായിരുന്നു മാറ്റാനായിട്ട്. പക്ഷേ അതിപ്പോൾ വളരെയധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇൻ കേസ് നെറ്റില്ല എങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് ഫോണിലെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് ബ്ലൂടൂത്തിൽ പോയി കണക്ട് ചെയ്തിടുമോ അങ്ങനത്തെ സംഭവമൊന്നും വേണ്ട. ഇത് ജസ്റ്റ് ആ ഒരു ഇനീഷ്യൽ പ്രോസസ്സ് തന്നെ ആപ്പുമായിട്ട് ലിങ്ക് ആവും. പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ഇതിൻ്റെ ബ്ലൂടൂത്ത് ഓൺ ആക്കി ഇടണം എന്ന് മാത്രം. പിന്നെ നേരത്തെ ജനറേഷനിൽ ഞാൻ ഫേസ് ചെയ്ത മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളിത് സോഫ്റ്റ്വെയർ വഴി ഓഫാക്കി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വോയിസ് കമാൻഡ് വഴി ഓഫാക്കി എന്ന് വിചാരിക്കുക. പിന്നീട് നമുക്ക് ഫിസിക്കലായിട്ട് സ്വിച്ച് ഇട്ടത് ഓൺ ആക്കാനോ ഓഫ് ആക്കാനോ അങ്ങനത്തെ ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ ലാസ്റ്റ് സ്റ്റേറ്റ് ഏതാണോ കിടന്നിരുന്നത് അതിലേക്കായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഇപ്പം മാറിയിട്ടുണ്ട്. നമുക്കത് മാനുവലായിട്ട് മാറ്റി ഇടണമെങ്കിൽ ഇടാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫിസിക്കൽ ബട്ടൺ 2 പ്രാവശ്യം അടുപ്പിച്ച് ഓൺ ഓഫ് ചെയ്യുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ സ്റ്റേറ്റിൽ ഈ ഒരു ട്യൂബ് ഓഫ് ആണെങ്കിലും തിരിച്ചത് ഓൺ സ്റ്റേറ്റിലേക്ക് വരും. അപ്പോൾ അതൊരു നല്ല ബെനിഫിറ്റ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാനിത് ബെഡ്റൂമിൽ പിടിപ്പിച്ചേക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പം വോയിസ് കമാൻഡിൽ പറഞ്ഞായിരിക്കും നിർത്തുന്നത്. എന്നാൽ നമ്മൾ പെട്ടെന്ന് ധൃതിക്ക് വന്നിട്ട് ട്യൂബ് ഓൺ ആക്കാൻ നോക്കുമ്പോഴത്തേക്ക് വോയിസ് കമാൻഡ് വഴി ഓൺ ആക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ട്യൂബ് 2 പ്രാവശ്യം സ്വിച്ച് ഓൺ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓൺ ആക്കാൻ സാധിക്കും. പിന്നെ ഈ ട്യൂബിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബയോ റിതം എന്ന് പറഞ്ഞൊരു ഫീച്ചറാണ്. ഇത് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. ഇപ്പം നമുക്ക് ഇതിനകത്ത് ഒരു ടൈം പീരീഡ് ഉണ്ട്, ഒരു ക്ലോക്ക് കാണാം. ആ ലേഔട്ടിൽ നമുക്ക് സെറ്റ് ചെയ്യാം ഏത് സമയം എത്രത്തോളം ഇൻറ്റൻസിറ്റി വേണം ഈ ട്യൂബിൻ്റെ ബ്രൈറ്റ്നസ്സിന്, അല്ലെങ്കിൽ ഏത് കളർ ടോൺ വേണം. അതായത് നമ്മൾ രാവിലെ ഉണരുമ്പോഴത്തേക്ക് വാം ടോണിൽ നിന്ന് ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് കൂൾ ടോണിലേക്ക് ആകുന്ന രീതിയിലാക്കിയിട്ട് രാത്രി ആകുമ്പം തിരിച്ച് പിന്നെയും വാം ടോണിലേക്ക് പോകുന്ന പോലെ സെറ്റ് ചെയ്തിടാം. അപ്പോൾ ഇതിൽ ഓൾറെഡി ഒരു പ്രിസെറ്റ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ രാത്രി ആകുമ്പോഴത്തേക്ക് ഇൻറ്റൻസിറ്റി വളരെയധികം കുറയും, ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഫുൾ ഇൻറ്റൻസിറ്റി ആകും. അപ്പോൾ അങ്ങനെ തന്നെത്താൻ കൺട്രോൾ ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് ഈ ഒരു ട്യൂബിനകത്ത്. അത് വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ ഇത്രയും നാൾ ഈ ട്യൂബ് യൂസ് ചെയ്തിട്ട് എനിക്കിതിലൊരു നെഗറ്റീവ് മാത്രമേ ഫീൽ ചെയ്തിട്ടുള്ളൂ. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രി കിടക്കാനൊക്കെ പോകുമ്പോഴത്തേക്ക് അലക്സയോട് പറഞ്ഞ് അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റിനോട് പറഞ്ഞ് നമ്മൾ ടേൺ ഓഫ് ട്യൂബ് എന്നുള്ള കമാൻഡ് കൊടുത്തു എന്ന് വിചാരിക്കുക. ഒരു 7 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് തന്നെ പിന്നെ ഓണായി വരും. അപ്പോൾ അതെന്തോ സോഫ്റ്റ്വെയർ ബഗ്ഗാണ്. അത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിൽ ഫിക്സ് ആയേക്കാം. അപ്പോൾ എന്തായാലും ഈ ട്യൂബ് ഞാൻ ഇനി അങ്ങോട്ട് ഉപയോഗിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് ബെഡ്റൂമിൽ ഇതാണ് ഇനി അങ്ങോട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അപ്ഡേറ്റോ എന്തെങ്കിലും കാര്യങ്ങൾ വരുവാണെങ്കിൽ ഞാൻ താഴെ കമൻറ്റിൽ ആ ഒരു ഫീച്ചർ പിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ ഇപ്പോൾ കറൻറ്റ്ലി ഇങ്ങനെ ഒരു ബഗ് ഫേസ് ചെയ്യുന്നുണ്ട്. അത് ഒറ്റ പ്രാവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളൊന്ന് കമാൻഡ് പറഞ്ഞ് ഓഫായി പോയി ഒരു 7 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഓൺ ആകും. അതിനുശേഷം പിന്നെയും നമ്മൾ ഒന്നുകൂടെ കമാൻഡ് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓഫ് ആയിക്കോളും, പിന്നെ ഓണായി വരത്തില്ല. അപ്പോൾ അതെന്താണ് സംഭവം എന്ന് എന്തായാലും അറിയില്ല. എന്തായാലും അത് ഫിക്സ് ആകുമ്പോൾ അത് ഞാൻ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൈസിങ്ങിൽ വാങ്ങിക്കാൻ പറ്റിയ ഒരുപാടധികം നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു നല്ലൊരു ട്യൂബ് ലൈറ്റാണിത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപയോഗിച്ചാൽ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കയറി തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ മലയാളം ടെക്കിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലെ ധാരാളം ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ ചാനൽ തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് മലയാളം ടെക്കിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ വീണ്ടും ഒരു ടെക്നോളജി വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ഗുഡ് ബൈ.